വിദേശ പണം പറ്റുന്ന സംഘടനകളെ നിയന്ത്രിക്കുന്ന അതോറിറ്റിയുടെ രൂപീകരണമാണ് ഈ ഭേദഗതി ബില്ലിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്. ഒരു സംഘടനയുടെ FCRA സർട്ടിഫിക്കറ്റ് റദ്ദാക്കപ്പെടുകയോ സമർപ്പിക്കപ്പെടുകയോ നിലയ്ക്കുകയോ ചെയ്തതിനു ശേഷം വിദേശ സംഭാവനകളുടെയും അതിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആസ്തികളുടെയും മേൽനോട്ടം വഹിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും നിർദ്ദിഷ്ട സാഹചര്യങ്ങളിൽ വിനിയോഗിക്കുന്നതിനുമായി ഒരു പുതിയ നിയുക്ത അതോറിറ്റിയെ ഈ ബിൽ നിർദ്ദേശിക്കുന്നു. ഇത് തുടക്കത്തിൽ താൽക്കാലികം മാത്രമാണ്. നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ സംഘടനയ്ക്ക് പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയോ പുതുക്കൽ നേടുകയോ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ചെലവഴിക്കാത്ത വിദേശ സംഭാവനയും താൽക്കാലികമായി ഏറ്റെടുത്ത ആസ്തികളും നിർദ്ദിഷ്ട നിബന്ധനകൾക്ക് വിധേയമായി തിരികെ നൽകാൻ നിയുക്ത അതോറിറ്റി ബാധ്യസ്ഥമാണ്. നിശ്ചിത കാലയളവിനുള്ളിൽ പുനഃസ്ഥാപനം നടക്കാത്ത സാഹചര്യത്തിൽ നിയമപരമായി പരാജയപ്പെട്ടാൽ മാത്രമേ ആസ്തികൾ പൂർണ്ണമായും അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ ആവുകയുള്ളൂ. ഇത് NGOകളുടെ സ്വത്തുക്കൾ പെട്ടെന്ന് പിടിച്ചെടുക്കാനും തിരിച്ച് നൽകാനാവാത്ത വിധം കണ്ടുകെട്ടാനുമാണ് ഈ ഭേദഗതി എന്ന വാദത്തെ അസ്ഥാനത്താക്കുന്നു. വിദേശ പണം ഇന്ത്യയിലേക്ക് വരാനും വിനിയോഗിക്കപ്പെടാനും കാരണമായ നിയമപരമായ അനുമതി ഇല്ലാതായാൽ സംഘടനയുടെ നിയമപരമായ പദവി തീർപ്പാകുന്നതുവരെ ആ പണം കൊണ്ടുണ്ടാക്കിയ ആസ്തികൾ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും വ്യക്തമായ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. വിലപിടിപ്പുള്ള കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, ഉപകരണങ്ങൾ, ബാങ്ക് ബാലൻസുകൾ അല്ലെങ്കിൽ മറ്റ് സ്വത്തുക്കൾ എന്നിവ അനിശ്ചിതമായി മരവിക്കപ്പെടുന്നത് ആർക്കും ഗുണം ചെയ്യുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെയൊരു അതോറിറ്റിയുടെ പ്രാധാന്യം വ്യക്തമാകുന്നത്. ഇനി വിദേശ പണം കൊണ്ട് മാത്രമല്ല ആഭ്യന്തര പണം കൊണ്ട് കൂടിയാണ് ഈ ആസ്തികൾ ഉണ്ടായതെങ്കിലോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ രേഖകൾ കൃത്യമായി നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ അതിന് തത്തുല്യമായ ആസ്തികൾ തിരികെ നൽകാനും ഈ ഭേദഗതി ബില്ലിൽ വ്യവസ്ഥയുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ വ്യക്തമായ നിബന്ധനകളുടെ സമഗ്രമായ അന്വേഷണത്തിൽ കൂടിയല്ലാതെ ആസ്തികൾ ഏറ്റെടുക്കാൻ ആർക്കും കഴിയുകയില്ല.